വീട്ടിൽ തന്നെ 1-2 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടോയ്സ് കൊടുത്താൽ അവർ കളിക്കും. പക്ഷെ ടോയ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർ തനി എന്തെങ്കിലും എടുത്ത് കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോ മനഃശാസ്ത്രം പറയുന്നത് ഈ ചുറ്റുപാടുമുള്ള എന്തുമായിട്ടും നമ്മൾ ഇടപഴകാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് ഫ്രീ ആണെങ്കിൽ നമ്മൾ അതുമായിട്ടൊന്ന് കളിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് അതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും, കളിക്കാനായിട്ടൊക്കെ തുടങ്ങും. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത് ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറയുന്നത് കളിയാണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറയുന്നത് കളികളാണ്. ഈ കളികളിൽ നിന്നാണ് ക്രിയാത്മകത വരുന്നത്. ഈ കളികൾ വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളും ഫ്രഷ് ആവുന്നത്. കളിക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കളിയില്ലാത്ത കുട്ടി, പഴയ ചൊല്ലാണത്, കളിയില്ലാത്ത കുട്ടി എനിക്ക് തോന്നുന്നു വളർച്ചയില്ലാത്ത കുട്ടിയായി പോകും. നല്ല കളികൾ ഉണ്ടാവുക, നന്നായി കളിക്കുക, കളിയാണ് നമ്മളെ കൂട്ടുകൂടാൻ പഠിപ്പിക്കുന്നത്. ഇനി ഒരു വീട്ടിലും കളികളുള്ള വീടുകൾ, അതിന് പ്രായമൊന്നുമില്ല കേട്ടോ, മാതാപിതാക്കളും മക്കളും ഒക്കെ കൂടി കളിക്കുന്നൊരു വീടാണെങ്കിൽ, എന്തെങ്കിലും എല്ലാവരും കൂടിയുള്ള കളികൾ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മാനസിക ആരോഗ്യവും ബന്ധങ്ങളും ഒക്കെ വളരെ നല്ലതായിരിക്കും.